എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് 2 ആഴ്ച മുമ്പ് കുറച്ച് പിണ്ടി കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കറിയൊക്കെ വെച്ചിട്ട് ബാക്കി വന്നതായത്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു പരിപ്പിട്ട് തോരൻ വയ്ക്കാം. തൂവരപ്പരിപ്പില്ലേ, നമ്മുടെ സാമ്പാർ പരിപ്പ്, അതിട്ട് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/3 കപ്പ് തൂവരപ്പരിപ്പ് ഇത് കഴുകി ഈ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാവോ? ഈ കുക്കറിലോട്ട് ഇറക്കി വെച്ച് വിസിലടിപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് തൂവി പോകത്തില്ല, വേകുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് പിണ്ടി ഒന്ന് അരിഞ്ഞെടുക്കാം. അതിന് ഇതിങ്ങനെ വട്ടത്തിൽ, എല്ലാവർക്കും അറിയാമോയെന്ന് എനിക്കറിയത്തില്ല, ചില അറിയാൻ മേലാത്ത ആൾക്കാരും കാണുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചീത്തയായതല്ല കേട്ടോ, ഇത് വെള്ളം കയറിയിട്ടൊരു ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് വെള്ളം വരുമ്പോൾ ഒരു മഞ്ഞ നിറം വന്നാൽ ചീത്തയായിട്ടില്ല. ഇത്രയും ദിവസമായില്ലേ, അതുകൊണ്ട് നമ്മളിതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിൻ്റെ നൂലുതി വിരലെ ചുറ്റിയെടുത്തു. ഇങ്ങനെ കഴുകിയതാണേ, പിന്നെ അരിഞ്ഞിട്ട് കഴുകണ്ട, അതിൻ്റെ ഗുണമെല്ലാം പോകുമല്ലേ. ഞാനിതിങ്ങനെ മുറിച്ചെടുക്കാം. അപ്പം എന്തേ നമ്മൾ പിണ്ടിയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, അതിൻ്റെ നൂലിത് എൻ്റെ കയ്യിൽ ഉണ്ടോ, നൂല് പിണ്ടിയുടെ. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ, കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ശ്രമിക്കണേ. നമുക്കിത് ഈ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിലപ്പോൾ എളുപ്പമുണ്ട്, നമ്മൾ അരിഞ്ഞുകൊണ്ട് നിൽക്കണ്ടല്ലോ, വേഗം ആക്കിയെടുക്കാം. നമ്മളതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് പെട്ടെന്നാക്കി എടുക്കുകയും ചെയ്യാം, നല്ലതായി കിട്ടുകയും ചെയ്യും. ഇനി ഇത് കഴുകണ്ട കേട്ടോ, കഴുകി അതിൻ്റെ ഗുണമെല്ലാം പോവും. നമ്മൾ കഴുകിയിട്ടാണ് എടുത്തത്. 2 അറിയാതെ ഉണ്ട് കണ്ടോ. നമുക്കിത് ഇവിടെ ഒരു തുണി വിരിച്ചിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാവേ. ഇത് കുറച്ച് തേങ്ങ ചതച്ചെടുക്കാനാണ്. തോരന് നമ്മൾ തേങ്ങ ചേർക്കത്തില്ലേ, ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള തേങ്ങ. ചിലർക്ക് കൂടുതൽ വേണ്ടി വരും തോരന്, ചിലർക്ക് കുറവ് മതിയായിരിക്കുമല്ലോ. എനിക്ക് ഒത്തിരി വേണ്ട, എന്നാലും വേണം. ഇത് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇത് 2 പച്ചമുളക്, മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ചേർക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയ അരിയാണ്. ഇനി കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. എനിക്ക് തോരനൊക്കെ ഉണ്ടല്ലോ മഞ്ഞ കളറിലിരിക്കുന്നതാണ് ഇഷ്ടം, മുളക് പൊടി ചേർത്ത് വയ്ക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ടത് കേട്ടോ. ചതച്ചിട്ടുണ്ട് കണ്ടോ. തൂവരപ്പരിപ്പൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇതേ പുറത്തൊന്നും ഒരു അല്പം പോലും തൂവിയിട്ടില്ല. അപ്പം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു കടായി അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം പിണ്ടി അരിഞ്ഞതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതിന് വെള്ളം ഉണ്ടല്ലോ. സിമ്മിലിട്ടാൽ മതിയേ. മൂടി വെച്ച് വേവിക്കാതെ ഇതവിടെ ഇരുന്ന് വേകട്ടെ. നമ്മുടെ പിണ്ടി വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആ തൂവരപ്പരിപ്പിട്ട് കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി നമുക്കതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചില്ലേ നമ്മൾ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇളക്കണ്ട, മൂടിയൊന്ന് വെച്ച് ഇനി നമുക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ആ തൂവരപ്പരിപ്പിൽ അല്പം വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് വലിഞ്ഞ് കിട്ടുന്നുണ്ട്. മറ്റേ നമുക്ക് തുറന്ന് വയ്ക്കാം. ഇച്ചിരി സിമ്മിൽ നിന്ന് ഇച്ചിരി കൂട്ടിയിട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതിനൊന്ന് കടുക് പൊട്ടിച്ച് ചേർക്കണ്ടേ. ആദ്യമേ ചേർത്താലൊരു കടുകിൻ്റെ വെന്ത ടേസ്റ്റ് വരത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലാണ് കടുക് പൊട്ടിച്ചിരുന്നത്. ചിലപ്പോഴൊക്കെ, മിക്കവാറും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് കടുക് പൊട്ടിച്ചിടാം. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം, മുളക് ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് മൂടി വയ്ക്കുക, തെറിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ സ്റ്റൗ മുഴുവൻ തെറിക്കും. അതിന് മൂടി വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് പാത്രം കഴുകിയെടുത്താൽ മതിയല്ലോ. അതുപോലെ കറിവേപ്പില ഇടുമ്പോൾ ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റി പിടിക്കും കേട്ടോ, വാഷ് ബേസിൻ്റെ അങ്ങോട്ട്. സ്റ്റൗവിൽ എണ്ണ തെറിക്കാതിരിക്കാനുള്ള പണിയാണ് കേട്ടോ. നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കും. നമ്മുടെ തോരൻ റെഡിയായി. നല്ല രുചിയും ഗുണവുമുള്ള നമ്മുടെ പിണ്ടിയും പരിപ്പും തോരൻ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം.